നമസ്കാരം. വിശ്വാസം അതാണല്ലോ എല്ലാം എന്ന് പറഞ്ഞ വഴിക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണമുണ്ട്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല, അതവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധികളുണ്ട്. എല്ലാം ദൈവത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ദൈവത്തിൽ അർപ്പിച്ചിരിക്കുന്നു. സർവശക്തനായ ദൈവം നിശ്ചയിക്കാതെ ഒരു കാര്യവും നടക്കില്ല. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഭരണാധികാരികൾ എന്നുള്ള നിലക്ക് അവർ ഒരു ഘട്ടത്തിലും അമേരിക്കയുമായും അല്ലെങ്കിൽ ഇസ്രായേലുമായും രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല. അത് നമ്മളൊക്കെ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെയുള്ള വാർത്തകൾ നമ്മൾ പരിശോധിച്ചതാണ്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധിയെ മറികടക്കാൻ ദൈവം തന്നെ വിചാരിക്കണം, ദൈവം തന്നെ തീരുമാനിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞ വഴിക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. തുടക്കം അവരൊട്ടും മോശമാക്കിയില്ല. തുടങ്ങുമ്പോൾ ദൈവത്തെ വിളിച്ചു തന്നെയാണ് അവർ തുടങ്ങിയത്. എന്തായാലും ഒടുക്കവും മോശമാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനകത്തേക്കുണ്ടായിട്ടുള്ള അറ്റാക്ക് അത് ചെറിയ രീതിയിലുള്ള ഒരു അറ്റാക്കല്ല. ഡിമോണയിലെ ആണവ കേന്ദ്രം ഞങ്ങൾ ലക്ഷ്യം വെക്കും എന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അധികം കളിച്ചാൽ. എന്തായാലും അതിന്റെ തൊട്ടടുത്ത് വരെ ഏറെക്കുറെ ഇറാന്റെ ആക്രമണം എത്തി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മൊത്തത്തിൽ പാളി. 13 കിലോമീറ്റർ അടുത്തായിട്ട് പല മിസൈലുകളും പതിച്ചു. 100-ലധികം ആളുകൾക്ക് പരുക്കേറ്റു. 30ഓളം ആളുകളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പോലും സമ്മതിക്കേണ്ടി വന്നു. ഇന്നലത്തെ രാത്രി കാളരാത്രി ആയിരുന്നു, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം തന്നെയാണോ ഇനി AI ന്യാഹു ആണോ പറഞ്ഞത് എന്നൊന്നും അറിയില്ല. അങ്ങനെ പറയേണ്ടി വന്നു. കാരണം ജനങ്ങൾക്ക് അത്രമാത്രം പ്രയാസമുണ്ടായിട്ടുണ്ട്, ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇപ്പോൾ യുദ്ധം നിർത്തുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 48 മണിക്കൂറെങ്കിലും വെടി നിർത്തണമത്രേ. അത്തരമൊരു അവസ്ഥയിലേക്ക് അവർ പോയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ തൽക്കാലം വെടിനിർത്താൻ ഞങ്ങളില്ല എന്ന് ഇറാനും വ്യക്തമാക്കി. അതായത് ഇറാൻ തീരുമാനിക്കുന്നത് പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വെറുതെ വെടിനിർത്തിയത് കൊണ്ട് കാര്യമില്ല. ഇനി ഒരിക്കലും യുദ്ധം ചെയ്യാൻ നിങ്ങൾ വരില്ല എന്നുള്ള ഉറപ്പുണ്ടാകണം. അതുപോലെ തന്നെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടം അത് നിങ്ങൾ വെക്കണം, നിങ്ങളാണ് അതിന് ഉത്തരവാദി. അതുകൊണ്ട് ആ നഷ്ടം നിങ്ങൾ പരിഹരിക്കണം. ഇനി ഒരിക്കലും ഞങ്ങളെ ആക്രമിക്കാൻ വരരുത്, ഞങ്ങളുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടരുത്, മിഡിൽ ഈസ്റ്റ് വിട്ട് പൊയ്ക്കോളുക. ഇത് തന്നെയാണ് ഇവിടെ ഇറാന്റെ നിലപാട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ ഫോണിൽ വിളിച്ചു. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്ന് മോദി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അമേരിക്കക്കും ഇസ്രായേലിനും വെടിനിർത്താം, യുദ്ധം നിർത്താം എന്ന് തോന്നിയപ്പോഴെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി ഇറാൻ പ്രസിഡന്റിനെ ഒന്ന് വിളിച്ചല്ലോ. സന്തോഷമുണ്ട്. എന്തായാലും അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ ഇറാൻ പ്രസിഡന്റ് വളരെ കൃത്യമായി പറഞ്ഞു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിങ്ങൾ ബ്രിക്സ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന രാജ്യമല്ലേ, ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ? യുദ്ധം തുടങ്ങിയത് ഞങ്ങളല്ല, അമേരിക്കയും ഇസ്രായേലുമാണ് തുടങ്ങിയത്. ഞങ്ങൾ വെടിനിർത്തണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർ വെടിനിർത്തട്ടെ, ഞങ്ങൾക്ക് ചില ഉപാധികളുണ്ട്, അത് അംഗീകരിക്കാൻ അവർ തയ്യാറാകണം. ഹോർമൂസ് കടലിടുക്ക് ഞങ്ങൾ തുറന്നിട്ടിട്ടുണ്ട്, ശത്രുക്കളെ മാത്രമാണ് തടയുന്നത്. എന്തായാലും ഇവിടെ ഞങ്ങളുമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളെ ഒരിക്കലും ഞങ്ങൾ അവിടെ തടയില്ല എന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറയുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ അവസാനം അത് ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെയാണ് എന്ന് ഇറാൻ പറഞ്ഞു. അവസാനം ഒട്ടും മോശമല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. പിടിച്ചു നിൽക്കാൻ അമേരിക്കയും ഇസ്രായേലും ഒക്കെ പെടാപാട് പെടുകയാണ്. ഇപ്പോൾ അമേരിക്കക്ക് ഇറാനിലെ ആണവ നിലയങ്ങളെയും അതുപോലെ തന്നെ വൈദ്യുതി നിലയങ്ങളെയും ഒക്കെ ആക്രമിക്കണം. ഒന്ന് ആക്രമിച്ചു നോക്കൂ. ഗൾഫ് രാജ്യങ്ങളിലെ നിങ്ങളുടെ ബേസുകളിലുള്ള വൈദ്യുതി സംവിധാനങ്ങൾ അതുപോലെ തന്നെ കുടിവെള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ തകർത്ത് കളയും എന്ന് ഇറാൻ അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അമേരിക്ക ഇനി ഇറാനിലേക്ക് അത്തരത്തിലൊരു ആക്രമണം നടത്താനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഇറങ്ങി തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ സമയത്ത് വന്നിട്ടുണ്ട്. ആ പ്രതികരണം മറ്റൊന്നുമല്ല, അതായത് അമേരിക്ക ഉപരോധം പിൻവലിച്ചു, ഉപരോധത്തിൽ ഇളവ് കൊണ്ടുവന്നു, ഇറാന് 30 ദിവസത്തേക്ക് അവരുടെ എണ്ണ വിൽക്കാം, പെട്രോൾ വിൽക്കാം എന്നൊക്കെയുള്ള ഒരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു.
ഈ പ്രതികരണത്തിനുള്ള മറുപടി എന്നോണമാണ് ഇപ്പോൾ ഇറാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മിസ്റ്റർ ട്രംപ്, ഞങ്ങളുടെ പക്കൽ വിൽക്കാനുള്ള എണ്ണയില്ല, ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ ആ വിളവൊക്കെ കയ്യിൽ വെച്ചാൽ മതി, ഈ വിളഞ്ഞ കണ്ടത്തിലേക്ക് വെള്ളം തിരിച്ചുവിടാൻ നിൽക്കണ്ട എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും അതീവ രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് അമേരിക്കക്കും ഇസ്രായേലിനും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഇവിടെ പെട്രോൾ ഇല്ല, ഗ്യാസ് ഇല്ല. അതുപോലെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ആശങ്കകൾ കേൾക്കാനും അത് വാർത്തകളാക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് ഇന്ത്യക്കാർ തൊഴിലെടുക്കുന്നുണ്ട്. പലർക്കും ഇപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ ചില ഇന്ത്യക്കാർ മരണപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഗൾഫ് മേഖലകളിൽ തൊഴിലെടുക്കുന്ന പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ കാര്യമായ രീതിയിൽ വാർത്തയാക്കാനോ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഈ വിവരങ്ങൾ പുറത്തു വരാൻ സമയമെടുക്കുന്നുണ്ട് എന്നൊരു വിഷയമുണ്ട്. എന്തായാലും ഇവിടെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു വിഭാഗമുണ്ട്, അത് പ്രവാസികളാണ്, രാജ്യത്തെ പൗരന്മാരാണ്. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇന്നലെ പുറത്തു വന്നു. എങ്ങനെയാണ് മരിച്ചത്, എന്താണ് മരണകാരണം എന്നൊന്നും ഇന്നലെ പുറത്തു വന്ന വാർത്തകളില്ല. ഇന്നിപ്പോ എന്തായാലും ടെല്ലവീവിൽ ഇറാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഈ മരണം എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ മരിച്ചു വീഴുന്ന ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ ജനിച്ച നാടിനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ഒക്കെ വിദേശത്ത് പോയി തൊഴിലെടുക്കുന്ന പ്രവാസികൾ എന്ന് പറയുന്ന വിഭാഗത്തിനു വേണ്ടിയോ സംസാരിക്കാനോ വാർത്തകൾ കൊടുക്കാനോ ഇടപെടാനോ ആരുമില്ലാത്ത ഒരു സാഹചര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും അമേരിക്കക്കും ഇസ്രായേലിനും ബുദ്ധിമുട്ടുണ്ടായപ്പോൾ 48 മണിക്കൂറെങ്കിൽ 48 മണിക്കൂർ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ പ്രസിഡന്റിനെ വിളിക്കാൻ ഈ രാജ്യത്ത് ആളുണ്ട്, പ്രധാനപ്പെട്ട ആളുകൾ തന്നെയുണ്ട്. പാവപ്പെട്ടവന്റെ വിഷയത്തിൽ ഇടപെടാൻ ആളുകളില്ല. എന്തായാലും ഈ യുദ്ധം മുന്നോട്ട് പോയാൽ ഗൾഫ് മേഖലകളിലുള്ള പ്രവാസികൾ അവർക്ക് അനുഭവിക്കേണ്ടി വരും. അത്തരമൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ, സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയട്ടെ, സമാധാനം തിരിച്ചു വരട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.